ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഈ കാണുന്നത് കരിയില കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കരിയില, വീട്ടിലത്തെ കരിയില നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തേക്കുക. അപ്പോൾ ഈ പൊടിച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ കുറച്ച് നാൾ എന്തെങ്കിലും ഒരു കണ്ടെയ്നർ, ഒരു ചാക്കിനകത്തോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു മീൻപെട്ടിക്കകത്താണ് കരിയില നമ്മൾ വാരി നിറച്ചിട്ടേക്കുമായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ആദ്യം നമുക്കൊരു നനവ് വേണം. തണലുള്ള ഭാഗത്ത് നമ്മളിത് വെക്കണം, ചൂട് വെയിലടുപ്പിക്കാതിരിക്കണം. പിന്നെ ഇതിന് ഉണക്ക തട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ തണലുള്ള ഭാഗത്ത് വെച്ച് ഇത് മൂട്ടിയൊന്നും ഇല്ലായിരുന്നു. വീട്ടിലത്തെ പച്ചക്കറി ഉണ്ട്, നമ്മൾ വീട്ടിൽ മേടിക്കുന്ന പച്ചക്കറി, ആ വേസ്റ്റും കൂടി ഇതിനകത്ത്, അതിൻ്റെ വേസ്റ്റുകൾ, പിന്നെ നമ്മുടെ പച്ചക്കറി അതിൻ്റെ വേസ്റ്റുകൾ ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഇത് ഈ ഒരു പരുവത്തിലാക്കിയെടുത്തത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞ് ഇത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഗ്രോ ബാഗുകൾ നിറയ്ക്കാൻ പറ്റും. അതായത് സാധാരണ ഞാൻ നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾ നിറയ്ക്കാം, മണ്ണിട്ട് നിറയ്ക്കാം, അതുപോലെ ചാണകപ്പൊടി. ഇപ്പോൾ ഞാൻ ചാണകപ്പൊടി ഒന്നും ഇപ്രാവശ്യം ഞാൻ ഉപയോഗിക്കാതെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ സാധാരണ ഈ പുല്ലുണ്ടല്ലോ, പുല്ല് നമ്മൾ പോച്ച പറിക്കുമ്പോൾ കിട്ടുന്ന ഈ പുല്ല് നമ്മൾ ഒരു ലെയറായിട്ട് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കരിയില ഇട്ടേക്കുമായിരുന്നു. ആ കരിയില നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ കരിയില കമ്പോസ്റ്റ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇതുണ്ട് ഏകദേശം. അപ്പം ഇതിൻ്റെ മേളിൽ ഞാനിനിയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ചാണകത്തിൻ്റെ പൊടി നമ്മൾ കുറച്ച് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം, ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് നമ്മൾ തൈ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പം ചകിരിച്ചോറ് ഇല്ലേ പോലും നമുക്ക് കുഴപ്പമില്ല. കാരണം ഇതിനകത്തിരുന്ന് കാലക്രമേണ ഇതിനകത്തിരിക്കുന്ന കരിയില കാലക്രമേണ ഇത് കുറച്ചും കൂടെ പൊടി, ഇപ്പം നമ്മൾ ഇട്ട പൊടിയല്ലാതെ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ കരിയില ഇട്ടുകൊണ്ട് ഈ കരിയില കാലക്രമേണ പൊടി എന്ന് കാണിക്കുക. ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇതിന് തീരെ വെയിറ്റ് കാണത്തില്ല. നമ്മൾ മണ്ണൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ ഗ്രോ ബാഗിനകത്ത് നല്ല വെയിറ്റ് കാണും. അപ്പോൾ വെയിറ്റൊന്നും ഇല്ലാതാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പം ഗ്രോ ബാഗ് കൃഷി ചെയ്യാനായിട്ട് മാത്രമാണ് നമ്മൾ ഈ രീതി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ കാണിക്കാം കേട്ടോ. ഇതെല്ലാം ഇതുണ്ട്, പൂർണ്ണമായിട്ട് പൊടിഞ്ഞായത്, നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടി കരിയില കമ്പോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇഷ്ടംപോലെ ചീര വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര ഞാനിത് വേരോടെ പിഴുത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇപ്പോഴും ആ കമ്പോസ്റ്റ് ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് തൈ ഉണ്ട്. ഒരു കൊച്ചു തൈ കിളുത്ത് വരുന്നുണ്ടോ, ഇതൊക്കെ നല്ല സുന്ദരമായിട്ട് കിളുത്ത് വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജൈവവളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലൊക്കെ ഒന്ന് നോക്കിയാൽ കിട്ടും. നമുക്ക് ചിലപ്പോൾ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കഴിയത്തില്ലെങ്കിലും, ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ വീട്ടിൽ കരിയിലൊക്കെ തൂത്തുവാരുന്ന ആ ഒരു കരിയില തന്നെ നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കരിയില നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി, യാതൊരു മെനക്കേടുമില്ല, നമുക്ക് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പോസ്റ്റ് ആയിക്കോളും. അപ്പം ഈ രീതിയിലൊക്കെ കൃഷി ചെയ്യുക. പിന്നെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം.